എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ബ്രെഡ് വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ഉണ്ടാക്കിയെടുത്താലോ? നമുക്ക് നോക്കാം. ബ്രെഡ് നമുക്കിങ്ങനെ റൗണ്ട് ഷേപ്പിൽ, ഏത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേമാതിരി റൗണ്ട് ഷേപ്പിൽ ബ്രെഡൊക്കെ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് ഒരു പാൻ ചൂടാക്കിയ ശേഷം കുറച്ച് നെയ്യ് അതിലൊഴിച്ചിട്ട് ബ്രെഡ് പീസസ് ഒക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ബ്രെഡ് പീസസ് ഒക്കെ നെയ്യിൽ നന്നായിട്ട് മുരിയിച്ചെടുത്തു. ഒരു നെയ്യിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. വളരെ കുറഞ്ഞ അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉണ്ടാക്കാം കേട്ടോ. നെയ്യിൽ മുരിയിച്ചെടുത്ത ബ്രെഡ് പീസസ് ഒക്കെ ഒരു പ്ലേറ്റിൽ നിരത്തി കൊടുക്കുക. അടുത്തതായി 1 കപ്പ് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇതിലേക്ക് 1/4 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കുക. അതിൽ നിന്ന് കുറച്ച് പാലെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് കസ്റ്റേർഡ് പൗഡർ, 1 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ വീണ്ടും കുറച്ച് ചേർക്കാം കേട്ടോ. കസ്റ്റേർഡ് പൗഡർ ഈ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് സ്ട്രോബെറി ഫ്ലേവേർഡ് കസ്റ്റേർഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളർ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് കുറുകാൻ വേണ്ടിയിട്ട് കൊടുക്കുക. നന്നായി തിളക്കട്ടെ. ഇത്ര എളുപ്പത്തിലൊരു സ്വീറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇതിന് നല്ലൊരു ടേസ്റ്റുമാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തു. ഇനി അടുത്തതായി ചേർക്കുന്നത് കുറച്ച് ഏലക്കായ പൊടിച്ചത് വേണമെങ്കിൽ ചേർത്താൽ മതി. ഈ കസ്റ്റേർഡ് പൗഡറിൻ്റെ ഫ്ലേവർ തന്നെ ഉണ്ടല്ലോ, എന്നാലും ഒരു ചേഞ്ചിന് അത് ചേർത്തു എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ബ്രെഡിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. നമ്മളെ ഇഷ്ടത്തിനുള്ള എന്ത് നട്ട്സും വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ബദാമും കുറച്ച് മെലൺ സീഡ്സുമാണ് ഉള്ളത്, അത് ഇട്ട് കൊടുക്കണം. അതിനുശേഷം ചൂടോടുകൂടി മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. സോക്ക് ചെയ്യണം ബ്രെഡ്. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് റെഡിയായി. പെട്ടെന്ന് വിരുന്നുകാർ വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ബദാമാണ് വെള്ളത്തിലിട്ടിട്ട് തോല് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിസ്താഷ്യോ ഉണ്ടെങ്കിൽ പിസ്താഷ്യോ ഇട്ട് കൊടുക്കുക, ഒക്കെ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റി പുഡിംഗ് റെഡിയായി. പുഡിംഗെന്നോ സ്വീറ്റെന്നോ എന്ത് വേണമെങ്കിലും പറയാം. ഇത് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ സിമ്പിൾ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ടേസ്റ്റി സ്വീറ്റ് റെഡി.